ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പാക്കേജ് പ്രഖ്യാപിക്കാനോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് ബോധ്യപ്പെടുക. ഒപ്പം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്ന് പറയുന്നത് ദുരന്തബാധിതരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ സന്ദർശനം അതിപ്രധാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ജസ്റ്റേഴ്സുകളും വളരെ എന്താ പറയുക പോസിറ്റീവായിരുന്നു. അദ്ദേഹം സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ ഷെഡ്യൂൾ പ്രകാരമല്ല ഇന്ന് വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികളൊന്നും. അങ്ങനെയായിരുന്നെങ്കിൽ 3:15 മണിക്ക് അദ്ദേഹം മടങ്ങണം. എനിക്ക് തോന്നുന്നു 5 മണി കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് തന്നെ പുറപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഷെഡ്യൂളുകളെല്ലാം തെറ്റിച്ച് കൂടുതൽ ആളുകളുമായി സംസാരിച്ച് ഇടപഴകി എല്ലാ സ്ഥലങ്ങളും നേരിട്ട് തന്നെ കാണുക, നടന്നു തന്നെ കാണുക, ആ അർത്ഥത്തിലൊക്കെ വലിയൊരു ഐക്യദാർഢ്യം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണെന്ന് മാത്രവുമല്ല കേരളത്തിൻ്റെ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്.